പല ആളുകളും ചോദിക്കാറുണ്ട്, ഞങ്ങൾക്ക് ബിൽഡിംഗ് പർപ്പസിന് വേണ്ടിയിട്ടാണ്, അതല്ലെങ്കിൽ ഒരുപാട് ആളുകൾ കൂടി എന്ന ഏരിയയാണ്. അപ്പോൾ ഞങ്ങൾക്ക് കുറഞ്ഞ വിലയിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഗ്രാനൈറ്റൊക്കെ കിട്ടുമെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. കുറഞ്ഞ വിലയിൽ ഒരുപാട് ഗ്രാനൈറ്റുകൾ അവൈലബിൾ ആണ് മാർക്കറ്റിൽ. പക്ഷേ കുറഞ്ഞ വിലയുടെ കൂടെ ക്വാളിറ്റിയും കൂടെ പറയുമ്പോഴാണ് നമ്മൾ ചില മെറ്റീരിയൽ സ്പെസിഫിക് ആയി പറയുന്നത് കേട്ടോ. പല ആളുകളും ചോദിക്കാറുണ്ട് ബ്ലാക്ക് കളറ്, അതായത് ഡാർക്ക് ഷെയ്ഡ് സ്റ്റെയർ കേസിന്, ഇതുപോലത്തെ സ്റ്റെയർ കേസിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഡാർക്ക് ഷെയ്ഡിൽ വരുന്ന കല്ലുകളൊക്കെ കിട്ടുമെന്ന് ചോദിക്കാറുണ്ട്. ഇപ്പോൾ കണ്ട നിങ്ങൾ ഈ ഒരു ബിൽഡിംഗ് ഉണ്ടല്ലോ, ഇതൊരു ലോ കോളേജ് ആട്ടോ. ഇപ്പോൾ ഇവിടെ പുതിയ ഉണ്ടാക്കിയ ബിൽഡിങ്ങിലേക്ക് അവർക്ക് സ്റ്റെയർ കേസിന് നമ്മൾ കൊടുത്തിട്ടുള്ളത് സ്റ്റീൽ ഗ്രേ ഗ്രാനൈറ്റ് ആണ്. സ്റ്റീൽ ഗ്രേ തന്നെ ഒറിജിനൽ ഗ്രേ കളർ കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള നാച്ചുറൽ ആയിട്ടുള്ള കളറോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്യാത്ത പക്ക നാച്ചുറൽ ആയിട്ടുള്ള ഭയങ്കര ഹാർഡായിട്ടുള്ള ഡെൻസിറ്റി കൂടിയിട്ടുള്ള മെറ്റീരിയലാണ് നമ്മളിപ്പോൾ അവർക്ക് കൊടുത്തിട്ടുള്ളത്. ഇതെന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 1000-ഓളം ആളുകൾ ഒരു ദിവസം ഈ സ്റ്റെയറൊക്കെ കയറിപ്പോവും. പല സമയത്തായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇറങ്ങി വരുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം നല്ല ഹാർഡായിട്ടുള്ള മെറ്റീരിയൽ കൊടുത്തില്ലെങ്കിൽ എന്താണെന്ന് അറിയാം, 1-2 വർഷം കൊണ്ട് തന്നെ അത് ഫെയ്ഡായി പോവുകയും ഈ ബിൽഡിങ്ങിൻ്റെ വർക്ക് രണ്ടാമത് റിന്യൂ വർക്ക് എടുക്കേണ്ട ഒരു ആവശ്യം വരും. അപ്പോൾ നിങ്ങൾ ബിൽഡിങ്ങിനൊക്കെ അതല്ലെങ്കിൽ ഇത്തിരി ട്രാഫിക് കൂടുന്ന ഏരിയകളിലൊക്കെ ആണെങ്കിൽ, അതല്ലെങ്കിൽ തന്നെ വീടിനാണെങ്കിലും അത്യാവശ്യം ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് ഫസ്റ്റ് ടൈമേ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും വരില്ല കേട്ടോ. ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടാമെന്ന് വെച്ചാൽ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് ഇത്. കാരണം കുറഞ്ഞ വിലയിൽ കേട്ടോ. വില കൂടിയ മെറ്റീരിയൽസ് ഒരുപാട് കമ്മത്തും വരുന്ന, അതുപോലെ തന്നെ പല ഭാഗങ്ങളിലും വരുന്ന മെറ്റീരിയൽസ് ഉണ്ട്. പക്ഷേ കുറഞ്ഞ വിലയിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും മെറ്റീരിയലാണ് ഇത്. ഇത് ആന്ധ്രയിൽ നിന്ന് വരുന്ന കല്ലാണ്. അതുകൊണ്ട് തന്നെ കല്ലിൻ്റെ ഹാർഡ്നെസ്സും ഭയങ്കരമായിരിക്കും കേട്ടോ. മറ്റുള്ള കല്ലിനെ അപേക്ഷിച്ച് ഭയങ്കരമായിരിക്കും, നല്ല ഹാർഡ്നെസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ചെരുപ്പിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാലൊന്നും നമുക്ക് പെട്ടെന്ന് പ്രശ്നങ്ങളോ ഡാമേജസോ കാര്യങ്ങളൊന്നും വരില്ല. ഇപ്പോൾ എല്ലാവരും വീട്ടിലേക്കും ഈ ഒരു മെറ്റീരിയൽ തന്നെയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഗാലക്സി ടൈപ്പൊക്കെ അല്ലെങ്കിൽ പ്യൂർ ബ്ലാക്ക് മെറ്റീരിയലൊക്കെ എടുക്കുമ്പോഴേക്ക് ഇതിൻ്റെ ഒരു 3 ഇരട്ടിയോളൊക്കെ വില വരും, അല്ലെങ്കിൽ 2 ഇരട്ടി എന്തായാലും വില വരും. ആ സമയത്ത് നമുക്ക് അതിനേക്കാളും കുറഞ്ഞ വിലയിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഗ്രേ ഷെയ്ഡ് ആയിരിക്കുന്നുള്ളൂ. പക്ഷെ അത് വീടിനകത്തുള്ള കിച്ചൺ റാക്കിനകത്തൊക്കെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ സാധാരണ നോർമലായിട്ടുള്ള ബ്ലാക്ക് പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യാം കേട്ടോ. ഞാൻ ഒരുപാട് ഹോം ടൂർ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്, ഇതിനെ പറ്റിയൊക്കെ കാണിച്ചിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ഞാൻ പൊന്നാനി ഭാഗത്തൊരു വീട് ചെയ്തത്, അവർ ഫ്രണ്ടിലെ സ്റ്റെപ്പും അതുപോലെ തന്നെ ചാരുപടിയും ഫ്രണ്ടിലൊരു തിണ്ട് പോലെ ഉണ്ടാക്കിയിരുന്നു. ആ ഭാഗത്തൊക്കെ കംപ്ലീറ്റ് കൊടുത്തിട്ടുള്ളത് തന്നെ കേട്ടോ. നല്ല ഭംഗിയുണ്ട് മൊത്തമായിട്ട് കാണുമ്പോൾ. GT മാർബിളായിരുന്നു ഫ്ലോറിൽ വെച്ചിരുന്നത്. അതിന് സൈഡ് സ്റ്റെപ്പിനും കാര്യങ്ങളൊക്കെ ഇതാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുപോലത്തെ മെറ്റീരിയൽസൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. നമ്മുടെ കയ്യിൽ ഇതിൻ്റെയൊക്കെ ഒറിജിനൽ കല്ലുകൾ, പക്ക ഒറിജിനൽ ജെന്യൂൻ ആയിട്ടുള്ള കല്ലുകൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. അതുപോലത്തെ ബിൽഡിങ്ങിനായിട്ടോ അതല്ലെങ്കിൽ ബേക്കറി പോലത്തെ, അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ കൂടുന്ന സൂപ്പർ മാർക്കറ്റ്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കൂടുതൽ ആൾക്കാർ ഒരുപാട് ബൾക്കായിട്ട് ഈ സാധനം കൊണ്ടുവന്നിട്ടോ. അതുപോലെ തന്നെ വീട് ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് 100, 200, 300 സ്ക്വയർ ഫീറ്റ് വെച്ചിട്ടൊക്കെ ഒരുപാട് ആൾക്കാർ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെങ്കിൽ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ ഞങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞു തരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങളും ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക് യു.